ഇതുവരെ എഴുതിയ എല്ലാ പ്രിലിംസ് പരീക്ഷകളും അത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് മുതൽ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ അടക്കമുള്ള പ്രിലിംസ് പരീക്ഷകൾ മുഴുവൻ എനിക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചത് സ്ട്രാറ്റജിക്കലായി പഠിച്ചതുകൊണ്ടാണ്. അല്ലാതെ രാവിലെ മുതൽ രാത്രി വരെ ഒറ്റ ഇരിപ്പിനിരുന്ന് പഠിക്കുക, ആരും പഠിക്കാത്ത പുസ്തകങ്ങൾ എടുത്തിട്ട് പഠിക്കുക, അങ്ങനൊന്നും അല്ല കേട്ടോ. നമ്മൾ കൃത്യമായൊരു പാറ്റേണിൽ പഠിച്ചു കഴിഞ്ഞാൽ പ്രിലിംസ് എന്ന് പറയുന്ന ഘട്ടം നമുക്ക് ഏറ്റവും എളുപ്പത്തിന് തന്നെ ചാടിക്കിടക്കാൻ സാധിക്കും. നിങ്ങൾ ഇനി ഒരു സെൽഫ് സ്റ്റഡി നടത്തുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന സ്ട്രാറ്റജി തന്നെ യൂട്ടിലൈസ് ചെയ്യാം. അതല്ല ഒരു അഫോർഡബിൾ ബാച്ചസിന്റെ ഭാഗമായി ഈ രീതിയിൽ പ്രിലിംസിന് പഠിക്കണമെങ്കിൽ ഞങ്ങളുടെ പ്രിലിംസ് ബാച്ച് വെറും 1000 രൂപ മാത്രമാണുള്ളത്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സ്ട്രാറ്റജി അനുസരിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഒരു എക്സ്ട്രീംലി അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിൽ പുതിയ പാറ്റേണിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പെരിമെന്റ് ചെയ്ത് വിജയം കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. കുറെ സ്റ്റുഡൻസിനെ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്ത് പ്രിലിംസ് എന്നൊരു കടമ്പ കടത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. സോ ഇതൊരു ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് സ്ട്രാറ്റജി ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അംഗമല്ലാത്ത ആൾക്കാർ അംഗമാവുക. ബിക്കോസ് എനിക്കിവിടെ പറയാനുള്ള ഒരു കാര്യം, മറ്റ് സംസ്ഥാനങ്ങളിലെ PSC പരീക്ഷകളിൽ നിന്നും നമുക്കിപ്പോൾ കേരള PSC ചോദ്യങ്ങൾ വരുന്നുണ്ട്. അത്തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകൾ ഡെയിലി രാവിലെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. പിന്നെ റാങ്ക് മേക്കിംഗ് കണ്ടന്റുകളും ഒക്കെ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ ലഭിക്കുന്നതാണ്. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ടെലിഗ്രാം കുടുംബാംഗങ്ങളാവാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. പ്രിലിംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇതൊരു ബാലികേറാമലയല്ല. ഇറ്റ്സ് ജസ്റ്റ് എ ക്വാളിഫയിങ് എക്സാം. പ്രിലിംസിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാലും അത് ഒരിക്കലും നിങ്ങൾ റാങ്ക് നിശ്ചയിക്കില്ല. പ്രിലിംസ് എന്ന് പറയുന്ന കടമ്പ നിശ്ചയിക്കുന്നത് നിങ്ങൾ മെയിൻസ് പരീക്ഷ എഴുതുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ്. ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമാണത്. അതുകൊണ്ട് തന്നെ ആ ഒരു കോൺഫിഡൻസ്, ക്വാളിഫയിങ് എക്സാം ആയിട്ടുള്ള ഈ ഒരു പരീക്ഷ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ ഉപയോഗിച്ച് ചാടിക്കടക്കാൻ പറ്റുമോ എന്നുള്ള കോൺഫിഡൻസ് നിങ്ങളുടെ മുമ്പിൽ വരണം. ചുരുക്കി പറഞ്ഞാൽ മെയിൻസ് മനസ്സിൽ കണ്ടുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ പ്രിലിംസ് നിങ്ങൾ ഓട്ടോമാറ്റിക്കായി പാസ്സാകും. ചേട്ടാ, അപ്പം പ്രിലിംസ് പാസ്സായിട്ടല്ലേ മെയിൻസ് പഠിക്കേണ്ടത്? രണ്ടും കൂടെ ഒരുമിച്ച് പഠിക്കാൻ പറ്റുമോ? അതൊക്കെ വലിയ വലിയ സംഭവങ്ങളല്ലേ? ഇതൊക്കെ നമ്മുടെ അടുത്ത പൊങ്ങുമെന്നൊക്കെയുള്ള ചിന്തയായിരിക്കും ആൾക്കാർക്കുള്ളത്. അപ്പൊ എങ്ങനെയാണ് മെയിൻസ് മനസ്സിൽ കണ്ടുകൊണ്ട് പ്രിലിംസിനെ പഠിക്കേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായി ഞാൻ പറഞ്ഞുതരാം. സോ ഇതിപ്പോ കോമൺ ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ സിലബസ് ആണ്. നിങ്ങൾ നോക്കിക്കേ, ഈ സിലബസിനകത്ത് ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ, സ്പോർട്സ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജി, പിന്നീട് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. ഇതില് ഇത്രയും ടോപ്പിക്സും നമ്മുടെ മെയിൻസ് പരീക്ഷയ്ക്കുള്ളതാണ്. ചില ടോപ്പിക്സ് സെക്രട്ടേറിയറ്റിനും അസിസ്റ്റന്റിനും SAക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുമെങ്കിലും ഇത്രയും ടോപ്പിക്സും മെയിൻസ് നമ്മൾ പഠിച്ചു പറ്റുള്ളൂ. നമുക്ക് നോക്കിയേ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസ് പരീക്ഷയ്ക്കും ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കമ്പ്യൂട്ടർ ബേസിക്സ് എല്ലാം ഉണ്ട്. സബ് ഇൻസ്പെക്ടറിലേക്ക് വരുമ്പോഴത്തേക്കും ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് വരുന്നുണ്ട്. കേരള ഗവർണൻസിനകത്ത് നമ്മൾ നേരത്തെ വന്ന സിവിക്സിന്റെ പൊളിറ്റിയുടെ ഭാഗം ഇതിനകത്ത് വരുന്നുണ്ട്. IT സ്പോർട്സും ഇല്ലെന്നേ ഉള്ളൂ അല്ലെ? അപ്പോ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള ചിന്തയിൽ തന്നെ നിങ്ങൾ പഠിക്കണം. പ്രയോറിറ്റിയിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഇത്രയും സബ്ജക്റ്റുകളാണ്. ഞാൻ പഠിച്ചിരുന്നത് അങ്ങനെയാണ്. മെയിൻസ് പരീക്ഷയ്ക്കുണ്ട്, പ്രിലിംസിനും ഉണ്ട്. എന്നാൽ പിന്നെ മെയിൻസ് നിലവാരത്തിൽ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ അത്രയും പണി നമ്മുടെ കുറവാണ്. എന്തായാലും പഠിച്ചേ പറ്റൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു നിലവാരത്തിൽ അങ്ങ് പഠിച്ചാൽ മതി. ഇപ്പൊ ഞങ്ങളുടെ ക്ലാസ്സസ് അങ്ങനെയാണ്. തുടക്കത്തിൽ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റുകളിലെ ക്ലാസ്സുകൾ കിട്ടും. കാര്യം മെയിൻസിന് അതുണ്ട്, പ്രിലിംസിനും ഉണ്ട്. അതുപോലെ തന്നെ MEM സബ്ജക്ട്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, റീസണിങ്, ഈ സബ്ജക്റ്റിനും കൂടെ സെറ്റ് ആയി കഴിഞ്ഞാൽ പ്രിലിംസ് നിങ്ങൾ പുഷ്പം പോലെ പാസ്സാവും. മെയിൻസിന് നിങ്ങൾക്ക് അഡീഷണൽ മാർക്ക് ഉറപ്പിച്ചുകൊണ്ട് തന്നെ പ്രിലിംസ് തയ്യാറെടുക്കാം. പക്ഷെ ഇവിടെ പല ഉദ്യോഗാർത്ഥികളും ചിന്തിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിസ്റ്ററി പ്രിലിംസിനും മെയിൻസിനും അല്ലെങ്കിൽ ജോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ് ഏതോ ആയിക്കോട്ടെ, പ്രിലിംസിലും മെയിൻസിലും ചോദിക്കുന്ന ചോദ്യങ്ങളുടെ നിലവാരത്തിൽ വ്യത്യാസമുണ്ട്. പ്രിലിംസിൽ കുറച്ചും കൂടെ ഈസി ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ മെയിൻസിലേക്ക് വരുമ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് ടൈപ്പിൽ കുറച്ച് ആഴത്തിൽ ഇറങ്ങി പഠിക്കും. അതുകൊണ്ട് പ്രിലിംസിന് വേണ്ടുന്ന ബേസിക് കാര്യങ്ങൾ പഠിച്ചിട്ട് മെയിൻസ് പഠിക്കാം എന്നുള്ള ചിന്തയിലാണ് ഇരിക്കുന്നത്. അത് വലിയ അപകടമാണ്. പഠിക്കുമ്പോൾ നിങ്ങൾ മെയിൻസ് നിലവാരത്തിൽ തന്നെ പഠിക്കും. ഇപ്പൊ ഞങ്ങളുടെ പ്രിലിംസ് ബാച്ച് ആണെങ്കിലും അവിടെ ക്ലാസ്സുകൾ മെയിൻസ് നിലവാരത്തിലാണ് എടുക്കുന്നത്. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനും പ്രിലിംസിനും മെയിൻസിനും ഒറ്റ ക്ലാസ് ആയിരുന്നത്. മെയിൻസിന്റെ ക്ലാസ് ആണ് പ്രിലിംസിന് തരുന്നത്. കാര്യം എന്തായാലും പ്രിലിംസിന് കട്ടി ചോദ്യങ്ങൾ വന്നിരിക്കും. അപ്പൊ മെയിൻസ് നിലവാരത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട അതേ സമയം തന്നെയാണ് നിങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സമയം നഷ്ടപ്പെടുന്നില്ല, പക്ഷെ സേഫ്റ്റി, നമ്മുടെ സേഫ്റ്റി അവിടെ ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പോ കുറച്ച് ആഴത്തിലിറങ്ങി പഠിക്കുക. ഇപ്പം ഫോർ എക്സാമ്പിൾ പ്രിലിംസിന് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കാൻ നിങ്ങൾക്ക് ഒരു 15 മണിക്കൂർ വേണമെങ്കിൽ മെയിൻസിന് പഠിക്കാൻ 20 മണിക്കൂർ, 5 മണിക്കൂർ എക്സ്ട്രാ ഇട്ടാൽ മതി. നിങ്ങൾക്ക് ഇപ്പൊ അതിനുള്ള സമയം എടുക്കും. 5 മണിക്കൂർ എക്സ്ട്രാ ആയിട്ട് മെയിൻസ് നിലവാരം തന്നെ പഠിച്ചു കഴിഞ്ഞാൽ
പ്രിലിംസിൽ എത്ര കട്ടി ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും നിങ്ങൾ അത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ബിക്കോസ് പ്രിലിംസിൽ ഇപ്പോൾ ചോദ്യങ്ങളുടെ നിലവാരം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ പ്രിലിംസിലും മെയിൻസിലും GK സെക്ഷനിലെ ചോദ്യങ്ങളുടെ നിലവാരത്തിൽ അത് ഭീകരമായ വ്യത്യാസം കാണില്ല. മെയിൻസിൽ ഇന്ന് എങ്ങനെയാണോ ചോദിക്കുന്നത് ആ നിലവാരത്തിൽ അടുത്ത പ്രിലിംസിൽ ചോദ്യങ്ങൾ വരും. അപ്പോ ഒരു മുഴം മുന്നേ അറിയുക. PSC മാറിയിട്ട് നമ്മൾ മാറാൻ നിൽക്കില്ല. നമ്മൾ മാറ്റത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ട്രാറ്റജി. ബിക്കോസ് ഇനി എന്നാണ് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം ഇങ്ങനെ വരാൻ പോകുന്നത്? സബ് ഇൻസ്പെക്ടർ ഇപ്പൊ എല്ലാ വർഷവും വരുന്നുണ്ട്. പക്ഷെ അറ്റ് ഏർലിയസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ റാങ്ക് ഉറപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോ ഈ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ച് തന്നെ പഠിക്കാം. ഇവിടെ 50 മാർക്ക് MEM സബ്ജക്റ്റുകൾക്കാണ്. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, റീസണിങ്. ഇത് ഉറപ്പിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് കൂടും. അതിന്റെ കൂടെ GK പോർഷൻസുകൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പ്രിലിംസ് നിങ്ങൾക്ക് തോക്കാൻ ഒക്കത്തില്ല. അത് ഇമ്പോസിബിൾ ആയിട്ട് മാറും. പല ആൾക്കാരും ചിന്തിക്കുന്നത് പ്രിലിംസ് ജയിക്കുന്നത് ഇമ്പോസിബിൾ ആണ്. അങ്ങനല്ല. ഈ രീതിയിൽ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിലിംസ് തോക്കാൻ ഒക്കത്തില്ല. തോൽവി എന്നത് ഇമ്പോസിബിൾ ആയിട്ട് മാറും. ഇവിടെ ഒരു ജാമ്യം ഞാൻ ഇപ്പോൾ എടുക്കുകയാണ്. ഞാൻ ഈ പറയുന്ന സ്ട്രാറ്റജി പ്രിലിംസിന് മാത്രമുള്ളതാണ്. മെയിൻസിന് ഈ രീതിയിൽ പഠിച്ചാൽ പൊട്ടും. മെയിൻസിന് നമ്മൾ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയ ഒരു സ്റ്റഡി പ്ലാൻ ആണ് അവിടെ ഫോളോ ചെയ്യേണ്ടത്. കാര്യം MEM അവിടെ ഇത്ര വെയിറ്റേജ് ഇല്ല. അത് നമുക്ക് മെയിൻസിന് സമയം ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഇപ്പൊ ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പ്രിലിംസ് ഓട്ടോമാറ്റിക്കായി പാസ്സാവും. മെയിൻസിന്റെ വലിയൊരു ശതമാനം സിലബസും അവിടെ കവേർഡ് ആയി കിട്ടും. ഈ ഒരു കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ എടുത്ത ഒരു ആവർത്തി കൂടെ പറയുകയാണ്. MEM സബ്ജക്റ്റിൽ മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ് പ്രിലിംസിൽ 50 മാർക്കാണ്. മെയിൻസിലേക്ക് വരുമ്പോൾ അത് എന്തായാലും അതിനേക്കാൾ മാർക്കുണ്ട്. നമ്മൾ നോക്കി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന് നോക്കി എത്ര മാർക്ക് എടുക്കുന്നത് എന്നുള്ളത് അല്ലേ. SIക്ക് നോക്കൂ, നല്ല രീതിയിൽ മാർക്കൗട്ടുണ്ട്. സോ ഈ സബ്ജക്റ്റുകൾ മുൻകാല വർഷ ചോദ്യങ്ങൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ച് തന്നെ പഠിക്കാം. ബിക്കോസ് ഏറ്റവും അധികം ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത് മുൻകാല വർഷത്തിൽ നിന്ന് റിപ്പീറ്റ് ചെയ്യുന്ന ഈ ഒരു മേഖലയിലാണ്. ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ മാർക്ക് അടിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ് MEM. ഇവിടുന്ന് വൊക്കാബുലറിയിൽ നിന്നൊരു കടുകട്ടി ചോദ്യം വന്ന് ഒരുവിധം ആരും അറ്റൻഡ് ചെയ്യത്തില്ല. അപ്പൊ ആ ഒരു ചോദ്യത്തിന് വേണ്ടി നിങ്ങൾ അതിനുവേണ്ടി ഒരു 10-20 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് സബ്ജക്റ്റുകൾക്ക് ചിലവാക്കേണ്ട സമയം നിങ്ങളുടെ പോകുന്നത്. അതുകൊണ്ട് തന്നെ MEM സബ്ജക്റ്റിൽ മുൻകാല വർഷ ചോദ്യങ്ങൾ ഒരു എന്താ പറയാ മാർഗദർശിയായി വെച്ചുകൊണ്ട് പഠിക്കുക. പക്ഷെ ആ ചോദ്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇനി എവിടെ നിന്നായിരിക്കും പുതിയ ചോദ്യങ്ങൾ വരിക എന്നുള്ളത്. അതും ഫോക്കസ് ചെയ്ത് പഠിക്കാം. കാര്യം MEM സെറ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രിലിംസിലും മെയിൻസിലും നമുക്ക് നല്ല രീതിയിൽ വെയിറ്റേജ് കൂടും. ഓക്കെ, MEMന്റെ കാര്യം അതാണ്. പിന്നെ അടുത്തത് എനിക്ക് പറയാനുള്ളത്, പുതിയ പാറ്റേൺ PSC പരീക്ഷകൾ നിങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തന്നിട്ടുള്ള ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രം അങ്ങ് ഫോക്കസ് ചെയ്ത് പഠിക്കാം. നമ്മുടെ മന്ത്രം എന്താണ്? KK+AP. കറക്കി കുത്തുക, ആഴത്തിൽ പഠിക്കാം. ഇനിയുള്ള PSC പരീക്ഷകൾ ജയിക്കാനുള്ള മന്ത്രമാണിത്. ഇതിന്റെ ധാരാളം ക്ലാസ്സസ് ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പൊ അത് കൃത്യമായി ഫോക്കസ് ചെയ്യാം. ഞങ്ങളുടെ ബാച്ചസിനും ഇതിന്റെ ഇന്റൻസീവ്, അത് തീവ്രമായ പരിശീലനം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ഉദാഹരണമാണ് ഈ ഒരു ചോദ്യം. നോക്കിയേ, which of the following items are excluded from GST remittance? അല്ലെ, GSTയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ഐറ്റംസ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പൊ GSTയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ഐറ്റംസ് അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഐറ്റംസ് 100 കണക്കിന് ഐറ്റംസിന്റെ ലിസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും. അതൊക്കെ പഠിച്ചിട്ട് പോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. പക്ഷെ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ, ബൗദ്ധികമായി ഇന്റലക്ച്വലായി കറക്കി കുത്താനുള്ള ചങ്കൂറ്റം ഉണ്ടെങ്കിൽ, സിവിൽ സർവീസ് മെന്റാലിറ്റി ഉണ്ടെങ്കിൽ, കാരണം ഇതൊക്കെ UPSCയിലെ ടെക്നിക്കുകളാണ്, നിങ്ങൾക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. നിങ്ങൾ എല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ തക്കാളിയും അല്ലെങ്കിൽ ഉള്ളിയൊക്കെ വാങ്ങിയ കടയിൽ പോയിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങൊക്കെ വാങ്ങിയ കടയിൽ പോയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും മലക്കറി കടയിൽ GST കൊടുത്തിട്ടുണ്ടോ? ഞാൻ അറിയത്തോണ്ടിരിക്കുമോ? നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും മലക്കറി കടയിൽ പോയി GST കൊടുത്തിട്ടുണ്ടോ? GST ബില്ല് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഓക്കെ, ലുലു മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ ബില്ല് കിട്ടുമായിരിക്കും. പക്ഷേ അവിടെ GST കമ്പോണന്റ് ഉണ്ടോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. ഈ ഒണിയൻ ആൻഡ് പൊട്ടറ്റോ, ഈ സാധനത്തിന് GST കൊടുത്തിട്ടുള്ള ആരെങ്കിലും നമ്മുടെ ക്ലാസ്സിലുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അപ്പം തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും വന്നേ പറ്റത്തുള്ളൂ. GST റെമിറ്റൻസ് എന്തായാലും ഒണിയനും പൊട്ടറ്റോയും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പൊ 3 വരുന്ന ഒരു ഒറ്റ ഓപ്ഷൻ ഇതിനകത്തുള്ളൂ. കണ്ടോ, സി എന്നുള്ള ഒറ്റ ഓപ്ഷനിൽ അത് വരുന്നുള്ളൂ. അപ്പം ഈ ചോദ്യകർത്താവിന്റെ ഉദ്ദേശം അതാണ്. നിങ്ങൾക്ക് നിരീക്ഷണ പാഠം ഉണ്ടോ? അത് വെറും പഠിപ്പിസ്റ്റാണോ? നിങ്ങൾ വെറും പഠിപ്പിസ്റ്റാണോ? പഠിപ്പിന്ന് വെച്ച് കഴിഞ്ഞാല് പ്രായോഗിക ബുദ്ധി ഇല്ലാതെ പുസ്തകപ്പുഴുവായി മാത്രം ജീവിക്കുന്നതാണ് പഠിപ്പി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. പക്ഷെ PSCക്ക് വേണ്ടത് ബുക്കിഷ് നോളജും വേണം, പുസ്തകപ്പുഴുവായിരിക്കണം, അതിനോടൊപ്പം പ്രായോഗിക ബുദ്ധിയും വേണം. അതാണ് റാങ്ക് ഹോൾഡർ ആക്കി നിങ്ങളെ മാറ്റുന്നത്. സോ നിങ്ങൾ ശ്രമിക്കേണ്ടത് അങ്ങനെയാണ്. വെറുതെ പുസ്തകങ്ങൾ തിന്നു തീർക്കാതെ നിങ്ങളുടെ പ്രകൃതിയെ ഒബ്സർവ് ചെയ്യുക, ചുറ്റുപാടുകളെ ഒബ്സർവ് ചെയ്യുക.
എങ്ങനെയൊക്കെ ആയിരിക്കാം ചോദ്യം വരുന്നതെന്ന് ചോദ്യകർത്താവിന്റെ തലച്ചോറിൽ നിന്നുകൊണ്ട് ചിന്തിക്കാം. ഇതൊക്കെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിലെ അനുഭവങ്ങൾ വെച്ച് മാത്രം ഉത്തരം കണ്ടെത്താവുന്നതാണ്. ഇതാണ് കറക്കിക്കുത്തുന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെറപറാന്ന് സിവിൽ സർവീസസിനകത്ത് വരുന്നുണ്ട്, ഇപ്പൊ കേരള PSC വരുന്നുണ്ട്. നിങ്ങൾ ആ ഒരു മെന്റാലിറ്റി ഡെവലപ്പ് ചെയ്ത് പഠിക്കുക. ഇവിടെ പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും പാസ് ആകാൻ വേണ്ടി നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ ചോദ്യങ്ങൾ പരിശീലിക്കണം. ഇപ്പം എൽ നിനോ സദേൺ ഓസിലേഷൻ കഴിഞ്ഞ മെയിൻസ് പരീക്ഷയ്ക്ക് വന്നൊരു ചോദ്യമാണ് അല്ലെ. ഒരു നെഗറ്റീവ് തെക്കൻ ആന്തോളനം എന്നാണ് PSC അതിനെ തർജ്ജമ ചെയ്തത്. ഇത് എന്ത് തേങ്ങയാന്ന് നമ്മൾ ആലോചിക്കും എക്സാം ഹോൾ ചെയ്തിട്ട്. അല്ലെങ്കിൽ നീതി ആയോഗ്, ഇറ്റ്സ് എ തിങ്ക് ടാങ്ക്. ചിന്താനന്ദി, തിങ്ക്, ചിന്തിക്കുന്ന നന്ദി, താങ്ക് യു, അതാണ് PSCയുടെ ഗൂഗിൾ ട്രാൻസ്ലേഷൻ. അപ്പൊ ഒരിക്കലും മലയാളം ചോദ്യങ്ങൾ വായിച്ച് നമുക്ക് PSC ഡിഗ്രി ലെവൽ എക്സാംസ് അങ്ങ് ക്രാക്ക് ചെയ്യാം എന്ന് ചിന്തിക്കരുത്. അത് നിങ്ങൾക്ക് വേണ്ടത് ഇംഗ്ലീഷിൽ തന്നെ ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനുള്ള മെന്റാലിറ്റിയാണ്. ഞങ്ങളുടെ ക്ലാസ്സിൽ അങ്ങനെയാണ്, പച്ച മലയാളത്തിലാണ് ക്ലാസ് എടുക്കുന്നത്. ആ പച്ച മലയാളത്തിലുള്ള ക്ലാസ് കേട്ടിട്ട് ആ ഇംഗ്ലീഷിലുള്ള നോട്ട്സ് വായിക്കുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒരാഴ്ച കഷ്ടപ്പെടേണ്ടി വരും, കാരണം ഡിഗ്രി ലെവൽ എക്സാംസ് അത്ര ഈസി അല്ല. നമ്മൾ ഒരാഴ്ച നമ്മുടെ ജീവിതത്തിൽ അതിനുവേണ്ടി നീക്കി വെക്കുന്ന ഒരു തെറ്റുമില്ല. അപ്പൊ ആ രീതിയിലുള്ള മെന്റാലിറ്റി നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. മലയാളത്തിൽ ചോദ്യങ്ങൾ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് പരിശീലിക്കരുത്. അത് നിങ്ങളോട് നിങ്ങളുടെ സ്വപ്നങ്ങളോടും ചെയ്യുന്ന ഒരു അനീതിയായിരിക്കും. ഇംഗ്ലീഷിൽ തന്നെ ചോദ്യങ്ങൾ പരിശീലിക്കുക. അപ്പോൾ ഉദാഹരണം ഞങ്ങളുടെ ചാനലിൽ, യൂട്യൂബ് ചാനലിലെ ക്ലാസ് നിങ്ങൾക്ക് കണ്ടു നോക്കുക. ഇതിൻ്റെയൊക്കെ നോട്ട്സ് ടെലിഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. ആ ക്ലാസ് കണ്ടതിന് ശേഷം ആ നോട്ട്സ് വായിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ആ ഒരു മെന്റാലിറ്റി നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. കാരണം ഒരു ക്ലാസിക്കൽ ഭാഷയായ മലയാളം സംസാരിക്കുന്ന നമുക്ക് ഒരു ഇൻഡോ ആര്യൻ ഗോത്രത്തിലെ കുറെ കൂടെ കോംപ്ലക്സിറ്റി കുറഞ്ഞ ഭാഷയായ ഇംഗ്ലീഷ് അഭ്യസിക്കുന്നതിനകത്ത് ഒരു പാടില്ല. ബിക്കോസ് നമ്മുടെ മലയാള ഭാഷയാണ് ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ ഭാഷകളിലൊന്ന്. അതിൽ നമ്മൾ എക്സ്പേർട്സാണ്. നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സുണ്ടെങ്കിൽ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ ടാസ്ക് മാത്രമാണ്. ഓക്കെ, ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനുള്ള സ്കില്ല് മാത്രമേ, നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ചോദ്യങ്ങൾ വായിച്ച് ഓപ്ഷൻസ് ചെയ്യുന്ന ഉത്തരം പിക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം നമ്മുടെ കൺമുന്നിൽ തന്നെ ഉത്തരങ്ങളുണ്ട്, അത് പിക്ക് ചെയ്യാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മുൻകാല വർഷ ചോദ്യങ്ങൾ പരിശീലിക്കുക, ഇതിനുവേണ്ടി മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. അതിന്റെ കൂടെ നമ്മൾ ഈ മന്ത്രം മറക്കാതെ നിങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുക. എന്താണ്? KK+AP. ആഴത്തിലുള്ള പഠനം വേണം, കറക്കി കുത്താൻ അറിയണം. അപ്പൊ ആഴത്തിലുള്ള ഈ ഒരു ചോദ്യം, ഇത് ആഴത്തിൽ പഠിക്കാൻ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമോ? ഡിഫറെന്റ് കമ്മിറ്റീസിനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. ഡിഫറെന്റ് കമ്മിറ്റീസ്. അപ്പൊ ഇത് പഠിക്കാതെ ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്തുന്നതായിരുന്നു വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊരു ഫാക്ച്വൽ ക്വസ്റ്റനാണ്. കോമൺ സെൻസ് എന്നുള്ളത് ഉപരി ഇത് ആഴത്തിലുള്ള അറിവുണ്ടെങ്കിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആഴത്തിലുള്ള അറിവ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ ബുക്കുകളും ചവറുപോലെ വരച്ച് വാരി പഠിക്കണമെന്നല്ല. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഫിക്സഡ് ബുക്കുകൾ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബുക്ക് ലിസ്റ്റ് ഞാൻ താഴെ തരാം. ഇവിടെ ഇപ്പൊ ടെൻഡുൽക്കർ കമ്മിറ്റി ഏതാ? പോവർട്ടി എസ്റ്റിമേഷൻ. രേഖി കമ്മിറ്റി ഏതാണ്? അത് ഇൻഡയറക്ട് ടാക്സ് റെഗുലേഷൻ എന്ന് ഇറങ്ങിയിരിക്കണം. നരസിംഹം കമ്മിറ്റി സ്ഥിരം പത്രത്തിലുള്ളത് ബാങ്കിങ് സെക്ടർ റെഗുലേഷൻ ആണ്. അഭിജിത് സെൻ കമ്മിറ്റി എന്ന് അഗ്രികൾച്ചർ പ്രൈസ് ആൻഡ് കോസ്റ്റ് പോവർട്ടി എസ്റ്റിമേഷൻ. അപ്പൊ ഇതിന്റെ ഉത്തരം A ആണ്. പണ്ടൊരു ബീഹാർ PSC വന്നൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിജിത് സെൻ ഏത് മേഖലയിൽ പ്രസിദ്ധനായ വ്യക്തിയാണ്? ഹീസ് എൻ എക്കണോമിസ്റ്റ്, സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനായിരുന്നു, പ്ലാനിംഗ് കമ്മീഷനൊക്കെ അംഗമായിരുന്നു. അപ്പൊ ഇവിടെ നിന്ന് വരാൻ സാധ്യതയുള്ള ആ ചോദ്യമായിരിക്കും. അപ്പൊ നമ്മൾ ആ രീതിയിൽ ചിന്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചോദ്യങ്ങൾ വളരെ ഈസി ആയിട്ട് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഒരു കുറച്ച് ദിവസം ഒന്ന് കഷ്ടപ്പെട്ടാൽ മതി, ഈ രീതിയിലുള്ള സ്കിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. സോ കറക്കി കുത്തുക, അതിനോടൊപ്പം ആഴത്തിലുള്ള പഠനവും നടത്തുക. പക്ഷെ ഇതൊക്കെ മാത്രം മതിയോ? പോരാ. ഇപ്പം ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് PSCയുടെ ഒരു ചോദ്യപേപ്പർ ഒരാഴ്ച ആ ചോദ്യപേപ്പർ നിങ്ങളുടെ കയ്യിൽ തന്നു വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ ഉത്തരം കണ്ടെത്തും. പല ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, GK പല ചോദ്യങ്ങളായിക്കോട്ടെ, നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സത്യമല്ലേ? കാര്യം പല കാര്യങ്ങളും എക്സാം ഹോളിൽ നമ്മൾ മറന്നു. അത് ഓർത്തെടുക്കാനുള്ള സമയം കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ എത്ര കുത്തിയിരുന്ന് പഠിച്ചാലും ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഫാക്ടർ നിങ്ങളുടെ സ്ട്രോങ് ആയിരിക്കണം. സമയത്തെ പരിധിയിൽ നിർത്താൻ സാധിക്കണം. അപ്പൊ എന്റെ ഒരു പേഴ്സണൽ സ്ട്രാറ്റജി ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എനിക്ക് GK ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ പടപടപടാന്ന് എനിക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. പക്ഷെ മാത്സ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഞാൻ മാത്സിൽ ആവറേജ് ആണ്, ജസ്റ്റ് ആവറേജ് ആണ്. അതുകൊണ്ട് എനിക്ക് അവിടെ സമയം എടുക്കും. അപ്പൊ മാത്സിൽ ഞാൻ 5 മിനിറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ എനിക്ക് റിട്ടേൺ കിട്ടുന്നത് GK ചോദ്യങ്ങൾ ആ 5 മിനിറ്റ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ്. സോ ടൈം മാനേജ്മെന്റിന് ഞാൻ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യപേപ്പർ കൈ കിട്ടുമ്പോൾ ഞാൻ ആദ്യമേ GK ക്വസ്റ്റ്യൻസിനാണ് പ്രയോറിറ്റി കൊടുക്കുക. പിന്നെ മലയാളം, പിന്നെ ഇംഗ്ലീഷ്, പിന്നീട് റീസണിങ്. കാര്യം ഇതെന്റെ അത്യാവശ്യം എബോവ് ആവറേജ് ആണ്, അത്യാവശ്യം മാർക്ക് കിട്ടും. അതിനുശേഷം മാത്രമേ
ഞാൻ എന്ത് ചെയ്യുള്ളൂ, മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് പ്രയോറിറ്റി മാത്രമേ ഞാൻ മാത്സിന് കൊടുക്കുള്ളൂ. ഈ പ്രയോറിറ്റി ലിസ്റ്റ് ചെയ്യുന്നത് ഓരോ ഉദ്യോഗാർത്ഥിക്ക് അനുസരിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഒരുപക്ഷെ മാത്സ് ഈസി ആയിരിക്കും, അപ്പൊ നിങ്ങൾ മാത്സ് തന്നെ തുടങ്ങിക്കണം. അപ്പൊ നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് എങ്ങനെ വേണമെന്നുള്ളത് നിങ്ങളുടെ സ്കിൽ സെറ്റ് അനുസരിച്ച് നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്യണം. ഞാനൊരു ജനറൽ സ്ട്രാറ്റജി മാത്രമാണ് ഇവിടെ പറയുന്നത്. ഉദാഹരണത്തിന് കഴിഞ്ഞ എക്സൈസ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് ഞാൻ ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്തതുകൊണ്ട് എനിക്ക് അവിടെ 14ാമത്തെ റാങ്ക് കിട്ടി. പക്ഷേ ജയിലർ പരീക്ഷയിലേക്ക് വന്നപ്പോൾ ഞാൻ മാത്സിൽ വെച്ചിട്ടാണ് ആ പരീക്ഷ എഴുതി തുടങ്ങിയത്. കാര്യം മാത്സ് പെട്ടെന്ന് എനിക്ക് ഈസി ആയിട്ട് തോന്നി, ഞാൻ പെട്ടെന്ന് ചെയ്തു. അതിനകത്ത് എൻ്റെ റാങ്ക് 31 മാത്രമാണ്. ഈ ഒരു ടൈം മാനേജ്മെന്റ് വിഷയമാണ്. എക്സൈസ് ഇൻസ്പെക്ടറിനും ജയിലറും എഴുതിയത് ഒരേ നോളജ് സെറ്റ് ഉള്ള ഞാൻ തന്നെയാണ്. പക്ഷേ ടൈം മാനേജ്മെന്റിൽ ഞാൻ കാണിച്ച ചെറിയൊരു പാളിച്ചയാണ് റാങ്കിൽ ഇത്രയും വലിയ വേരിയേഷൻ കൊണ്ടുവന്നത്. അപ്പൊ ഇതൊരിക്കലും നിങ്ങൾക്ക് സംഭവിക്കരുത്. കാര്യം ഞാൻ എൻ്റെ പരാജയങ്ങളിൽ നിന്നും എൻ്റെ വിജയങ്ങളിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുള്ള ലെസൺസ്, പാഠങ്ങളാണ് ഞാൻ എൻ്റെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് രണ്ടും നിങ്ങൾ സ്വീകരിക്കണം. അപ്പൊ എൻ്റെ വിജയങ്ങളിൽ നിന്ന് ഞാൻ പറയുന്ന പാഠങ്ങൾ മാത്രം സ്വീകരിച്ചാൽ പോരാ, എനിക്ക് കിട്ടിയിട്ടുള്ള അബദ്ധങ്ങൾ, ഞാൻ ചെയ്തിട്ടുള്ള അബദ്ധങ്ങൾ, മണ്ടത്തരങ്ങൾ, അതിൽ നിന്നും നിങ്ങൾ പാഠം ഉൾക്കൊള്ളണം. ബിക്കോസ് അതാരും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഒരു സ്ട്രാറ്റജി നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും വ്യതിചലിക്കരുത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. ടൈം മാനേജ്മെന്റ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു തന്ത്രം എന്ന് പറയുന്നത്, മോക്ക് ടെസ്റ്റുകൾ എഴുതുമ്പോൾ, ഇപ്പോൾ 1.5 മണിക്കൂറാണല്ലോ പ്രിലിംസിന്റെ പരീക്ഷ, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ 1.25 മണിക്കൂറിൽ മാത്രം അറ്റൻഡ് ചെയ്യാം. 1 മണിക്കൂറിൽ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമ്മുടെ സ്പീഡ് ഓട്ടോമാറ്റിക്കായിട്ട് കൂടും. അപ്പൊ അതാണ് അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു തന്ത്രം. ഇനി ബുക്ക് ലിസ്റ്റുകൾ. ഇപ്പൊ എനിക്ക് ഏറ്റവും കടപ്പാടുള്ള അല്ലെങ്കിൽ എന്നെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിച്ച പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സ്പെഷ്യൽ ടോപ്പിക്സ് ഒഴിച്ചുള്ള പുസ്തകങ്ങളെ പറ്റിയാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. കാരണം സ്പെഷ്യൽ ടോപ്പിക്സ് ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അതൊരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാം അതിന്റെ ബുക്ക് ലിസ്റ്റിന്റെ കാര്യത്തിൽ. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന പുസ്തകങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിക്കാം. ഇപ്പം അതിന്റെ ഒരു മഹാത്മ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ റെഫർ ചെയ്യുന്നത് ലക്ഷ്മികാന്താണ്. ലക്ഷ്മികാന്ത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഇനിയിപ്പോൾ SCRT ഇപ്പം 7, 9 ഒക്കെ മാറിയല്ലോ. ഇനിയിപ്പോൾ ഏതൊക്കെ ടെക്സ്റ്റ് എങ്ങനെയൊക്കെ മാറിയാലും നമ്മളിത് ബാധിക്കത്തില്ല. കാരണം ലക്ഷ്മികാന്തിനകത്ത് അതെല്ലാം ഉണ്ട്. അത് അത്രയും അടിപൊളി ടെക്സ്റ്റ് ആണ്. നമുക്ക് മെയിൻസിന് എന്തായാലും ലക്ഷ്മികാന്തി തന്നെയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ പ്രിലിംസ് നിങ്ങൾ ലക്ഷ്മികാന്ത് വെച്ച് തന്നെ പഠിച്ചോണം. ഒരേ എഫേർട്ട് തന്നെയല്ലേ അവിടെ രണ്ടിടത്ത് വേണ്ടി വരിക. അതുപോലെ ഹിസ്റ്ററി സ്പെക്ട്രം എന്നൊരു പുസ്തകമുണ്ട്, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി സ്പെക്ട്രം. രാജീവ് അഹിർ എന്നൊരു IPS എഴുതിയ പുസ്തകമാണ്. SCRT ഇനിയിപ്പോൾ എങ്ങനെയൊക്കെ മാറി പറഞ്ഞാലും സ്പെക്ട്രത്തിനകത്തു നിന്നായിരിക്കും ചോദ്യങ്ങൾ വരിക. പിന്നെ അതെല്ലാം അതിനകത്തും ഉണ്ട്. മനസ്സിലായല്ലേ? അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചൊരു അഡ്വാൻസ്ഡ് ലെവലിൽ തന്നെ പഠിക്കുക. ഇപ്പൊ ഞങ്ങളുടെ ക്ലാസ്സിലും ഈ സ്റ്റാൻഡേർഡ് പുസ്തകങ്ങൾ വെച്ചിട്ടുള്ള നോട്ട്സും ക്ലാസ്സസുമാണ് ഉള്ളത്. ഇതിനോടൊപ്പം റാങ്ക് ഫൈലിലെ ഫാക്റ്റുകളും നമ്മൾ പഠിച്ചു പോകും. ക്ലാസ്സസിനകത്ത് അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള പുസ്തകങ്ങൾ ഉപയോഗിച്ച് തന്നെ പഠിക്കും. ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഈ ഒരു ബുക്ക് ലിസ്റ്റ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് നഷ്ടമാകില്ല. അതെനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലും ഇത്രയും വർഷം കുട്ടികളെ പഠിപ്പിച്ച എക്സ്പീരിയൻസിലും എനിക്ക് പറയാം. ഞാൻ ഈ പുസ്തകങ്ങളുടെ ഒന്നും അഫിലിയേറ്റഡ് ലിങ്ക് ഇടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പുസ്തകങ്ങൾ വാങ്ങിച്ചാൽ എനിക്ക് ലാഭം ഒന്നും കിട്ടാൻ പോകുന്നില്ല. അത് ചില ഇത് ഞാൻ തന്നെ പ്രൊമോട്ട് ചെയ്യാൻ എനിക്ക് പൈസ കിട്ടുമെന്നൊക്കെയാണെങ്കിൽ പല ആൾക്കാരും ചിന്ത. ഞാൻ അഫിലിയേറ്റ് ലിങ്ക് ഒന്നും ഇടത്തില്ല. നിങ്ങൾ ഇത് എവിടെ നിന്നാണെങ്കിലും വാങ്ങിച്ച് പഠിച്ചാൽ മതി. ഇതിന്റെ ഫ്രീ PDF ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടിയെന്നിരിക്കും. അത് വെച്ചിട്ടാണെങ്കിലും പഠിച്ചാൽ മതി. കാര്യം അറിവാണ് ആയുധം. അത് എവിടെ നിന്ന് കിട്ടുന്നെങ്കിലും വാങ്ങിച്ചോണം. പക്ഷേ റാങ്ക് ഫയൽ ഒഴിവാക്കരുത്. ഇപ്പൊ റാങ്ക് ഫയൽ ഇനിയുള്ള കാലഘട്ടത്തിൽ റാങ്ക് ഫയൽ പഠിക്കണ്ട എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് ശരിയല്ല. റാങ്ക് ഫയലിൽ നിന്ന് ഇപ്പോഴും ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, ഇതൊക്കെ റാങ്ക് ഫയൽ വെച്ച് തന്നെ പഠിക്കണം. പിന്നെ സ്ഥിരം PSC ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ അത് ഏത് സബ്ജക്ട് റാങ്ക് ഫയലിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ക്ലാസ്സിൽ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകളിൽ നിന്നുള്ള ആഴത്തിലുള്ള ക്ലാസ്സുകൾ തരുന്നതിനോടൊപ്പം തന്നെ റാങ്ക് ഫയലിലെ ബേസിക് ഫാക്ടിലും പഠിപ്പിച്ചു പോകും. ബിക്കോസ് മരം എത്ര വളർന്നാലും അതിന്റെ വേരുകൾ മണ്ണിന്റെ അടിയിലേക്ക് പോകുമെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് റാങ്ക് ഫയലിന്റെ കാര്യങ്ങൾ. നല്ലൊരു റാങ്ക് ഫയൽ വാങ്ങിച്ച് അതിനകത്തെ ഫാക്ടുകളും പഠിക്കുന്നതുകൊണ്ട് തെറ്റില്ല. സ്പെഷ്യൽ ടോപ്പിക്സിനകത്ത് ഇതിന്റെ സാധ്യത കുറവാണ്. യെസ്. അപ്പോൾ ബുക്ക് ലിസ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി എനിക്ക് അവസാനമായി പറയാനുള്ളത് ഈ ഒരൊറ്റ കാര്യമാണ്. നമുക്ക് ഒരു എന്താ പറയാ, കോൺഫിഡൻസ് വേണം. കോൺഫിഡൻസ്. യെസ്, പ്രിലിംസ് ഇസ് ജസ്റ്റ് എ ക്വാളിഫയിങ് എക്സാം. ഞാൻ മെയിൻസിന് വേണ്ടിയാണ് പഠിക്കുന്നത്. അപ്പം പ്രിലിംസ് ഞാൻ ഓട്ടോമാറ്റിക്കായി പാസ് ആയിക്കോളും. അതുവഴി എനിക്ക് മെയിൻസും പാസ്സാവാൻ സാധിക്കും. ആ ഒരു കോൺഫിഡൻസ് ആണ് നിങ്ങൾ മുമ്പിൽ വേണ്ടത്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ ഈ വാക്ക് പോലും സ്പ്ലിറ്റ് ചെയ്യുമ്പം I am പോസിബിൾ, ഞാൻ പോസിബിൾ ആക്കും, I am പോസിബിൾ എന്നാണ് വരുന്നത്. ഇമ്പോസിബിളിനകത്ത് പോലും ഒരു പോസിബിലിറ്റി ഉണ്ട്. ഈ ലെവലിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ ഒരൊറ്റ മാർഗ്ഗമുള്ള ഡെഡിക്കേഷൻ. ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്ന് പഠിക്കുക. എനിക്ക് ഓർമ്മയില്ല, നമ്മൾ പഠനം സീരിയസ് ആയിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് പലപ്പോഴും പല ഫാമിലി ഫംഗ്ഷൻസും, കല്യാണങ്ങൾ, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ യാത്ര പോകുന്നു, അല്ലെങ്കിൽ ഫാമിലി ഫംഗ്ഷൻസ്, അതൊക്കെ നമുക്ക് മിസ് ചെയ്യേണ്ടി വരും. എക്സാം അടങ്ങുന്ന സമയത്ത് പലതും നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും.
അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ നീ കുത്തിരുന്ന് പഠിക്കണമല്ലോ എന്താണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് ചോദിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് മറ്റേ മാർഗമില്ല, നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. നമ്മുടെ പെയിൻ പുറത്തു നോക്കുന്ന ഒരാൾക്ക് അറിയണമെന്നില്ല. ആ സമയത്ത് ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരേ ഒരു ഫാക്ടർ ഡെഡിക്കേഷൻ മാത്രമാണ്. കുറച്ച് അടിച്ചുപൊളിയൊക്കെ എൻജോയ്മെന്റ് വേണ്ടെന്നല്ല പറയുന്നത്. ഞാനും ധാരാളം യാത്രകൾ പോകുന്നു പ്രിപ്പറേഷൻ സ്റ്റേറ്റിൽ. കാര്യം നമ്മൾ കുറച്ച് അടിച്ചുപൊളിച്ചിങ്ങനെ പ്രൊഡക്റ്റിവിറ്റി കൊടുത്തുള്ളൂ. പക്ഷേ പലതിനും നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. എക്സാം അടുക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ എക്സാം ഇങ്ങനെ വന്നിരിക്കുകയാണ്, ആ സാഹചര്യത്തിൽ പലതും നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ആ ഒരു ഡെഡിക്കേഷൻ, ത്യാഗം ചെയ്യാനുള്ള ഡെഡിക്കേഷൻ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. കാര്യം ഇന്ന് നിങ്ങൾ ത്യജിക്കുന്ന അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുന്ന ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ അടുത്ത ഒരു 10-15 വർഷത്തെ കൂടുതൽ മനോഹരമാക്കാൻ സഹായിക്കുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്നൊക്കെ പറയാം അല്ലേ. അതുകൊണ്ട് തന്നെ യു ക്യാൻ ഡു ഇറ്റ് എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി ഡെഡിക്കേഷനോട് കൂടി മുന്നോട്ട് പോവുക. ഈ യാത്രയിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. സോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ കോഴ്സസിനെ പറ്റി കൂടുതൽ അറിയാനായി ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഫീസ് കണ്ട് ഞെട്ടണ്ട, ഫീസ് മാത്രമേ കുറവുള്ളൂ. ക്ലാസ്സിന്റെ ക്വാളിറ്റി എക്സ്ട്രീംലി ഹൈ ആയിരിക്കും. ഡെമോ ക്ലാസ് സഹിതം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾ കമന്റ് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ പ്രിലിംസിന് എത്ര മാർക്കാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എത്ര മാർക്കാണ് നിങ്ങളുടെ ടാർഗറ്റ് പ്രിലിംസിന്? കമന്റ് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.